ശേഷം അങ്ങനെ അവനോട് പെരുമാറിയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാര് അല്ല, രാമന് ഇവളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇവളോട് സംസാരിച്ചപ്പോ ഇവക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നേ. ബോസ് അവളുടെ വീട്ടിലേക്ക് വന്നാ അതിന് വേറെ അർത്ഥമുണ്ടെന്ന് കരുതുന്നു. കുറഞ്ഞപക്ഷം അവന് പറയാനുള്ളതിനൊന്ന് ചെവി കൊടുക്കുക പോലും ചെയ്തില്ലല്ലേ കുട്ടി. അവക്കപ്പ റാമപ്പ ആരുമല്ലെന്ന് തോന്നുന്നു, വെറും ബോസ് മാത്രം. സാർ, മേ ഐ കം ഇൻ? വരൂ. സാർ, അശോക് സാർ ലീവിലല്ലേ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്താ കാര്യം? സീത ഒരു റെസിഗ്നേഷൻ തന്നിട്ടുണ്ട് സാർ. എന്ത്? സീത ഇവിടുന്ന് രാജിവെക്കുകയാണെന്നോ? യെസ് സാർ, ഇന്നലെയാണ് മെയിൽ വന്നത്. അവരുടെ PF ഇൻസെൻറ്റീവ് മൂവ് ചെയ്യണമായിരുന്നു. അതിന് സാറിൻ്റെ സൈൻ വേണം. ഇവിടെ വെച്ച് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ, താങ്ക് യു. മേമ, ഓഫീസിലേക്കുള്ള റീ എൻട്രി ഞാൻ നടത്തി. പക്ഷേ ഇത്ര അർജൻസി എന്തിനാ? റാം വരുന്നതിന് മുമ്പ് എന്നോട് വരാൻ പറഞ്ഞ എന്തിനാ? റാമിനെല്ലാം ഭേദമായ ശേഷം എന്നോട് വരാൻ പറഞ്ഞ മതിയായിരുന്നല്ലോ. അപ്പുന് സർപ്രൈസസ് ഭയങ്കര ഇഷ്ടം. എല്ലാം കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുമ്പോ നിന്നെ അവിടെ കണ്ടു കഴിയുമ്പോൾ അവന് ഒത്തിരി സന്തോഷാവും. ബട്ട് മേമ, അപ്പോഴും എനിക്കൊരു ഡൗട്ട്. റാം സത്യമായിട്ടും എന്നെ ഓർക്കുന്നുണ്ടോ? നീ അവനെ സ്നേഹിച്ചത് ഒരുപക്ഷെ സത്യമായിരിക്കില്ല. പക്ഷെ നമ്മുടെ ഹീറോ നിന്നെ മനസ്സ് നിറയെ പ്രേമിച്ചതാ. സോറി, മനസ്സ് നിറയെ പ്രേമിച്ചുകൊണ്ടിരിക്കുക. താങ്ക് ഗോഡ്. ദാറ്റ് മീൻസ് റാം എന്നെ സ്വീകരിച്ചോളും. ലക്കി യു ചാന്ദിനി, നിന്റെ ലൈഫ് സെറ്റിലായില്ലേ? എന്താ, റാമിനെ വിട്ട് പോകരുതായിരുന്നു എന്ന് ആലോചിക്കുവാണോ നീ ഇപ്പോ? നീ വിട്ടുപോയതുകൊണ്ടല്ലേ നിന്റെ വില എന്താണെന്ന് അവൻ മനസ്സിലാക്കിയത്. അതല്ല, റാമിന് ചിലപ്പോ എന്നെ ഇഷ്ടമായിരിക്കും. പക്ഷെ ഞാൻ ഇത്രയും ദിവസം, ഇത്രയും വർഷം ഞാൻ അകന്നു നിന്നുകൊണ്ട് അവൻ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലോ? ഞാൻ എങ്ങനെ അവനെ കൺവിൻസ് ചെയ്യാ? ഒന്നും സംഭവിക്കാത്ത പോലെ വേണം പെരുമാറാൻ. നിനക്കെന്താ അഭിനയം ഞാൻ പഠിപ്പിച്ചു തരണോ? മുമ്പൊരു തവണ അവനെ പ്രേമിച്ച് വിശ്വസിപ്പിച്ച് കടന്നുപോയതല്ലേ. അതേ തന്ത്രം തന്നെ എടുക്ക്. വിശ്വസിപ്പിക്കുക, പ്രേമിക്കുക, വിട്ടുപോവുക. സിമ്പിൾ. പക്ഷേ ഇത്തവണ കുറച്ച് പ്രയാസമായിരിക്കും. ഒരു കാര്യം പറഞ്ഞു തരാം ചാന്ദിനി, റാം ഒന്ന് മൂളിക്കിട്ടിയാൽ ഉടനെ അവന്റെ കല്യാണം നടത്താൻ അവന്റെ മുത്തച്ഛൻ ഒറ്റ കാലിൽ നിൽപ്പാ. ഇനി നീ അവനെ വിട്ടുപോകില്ലെന്ന് അവന്റെ മനസ്സിൽ തോന്നിയാൽ മതി. നെക്സ്റ്റ് സെക്കൻഡ് നീ ദേശായി കുടുംബത്തിലെ മരുമകളായിരിക്കും. മരുമകളോ? നേരത്തെ നീ കളിച്ച കളിക്ക് ഞാൻ പണം മാത്രമാണ് തന്നത്. ഇപ്പോ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കാം. ഹൂ നോസ് ചാന്ദിനി, ചിലപ്പോ നിനക്ക് കമ്പനിയുടെ COO ആവാനും പറ്റും. അതർവൈസ് മേ ബി MD. ഹലോ ചാന്ദിനി, are you there? ഓ, ഇമാജിനേഷനിലേക്ക് കയറിപ്പോയോ? ഇമാജിനേഷനിൽ തന്നെ ഇത്രയൊക്കെ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നീയൊന്ന് ആലോചിച്ച് നോക്ക്. റിയാലിറ്റിയിൽ നീ എത്ര മാത്രം സന്തോഷിക്കുന്നു.
നീ ഞാൻ പറയുന്നതനുസരിച്ച നോബഡി ക്യാൻ ടച്ച് യു ചന്ദിനി. Wow, a partner like Ram and empire like ദേശായി ഗ്രൂപ്പ്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുള്ളപ്പോ ഞാനെന്തിനാ വേണ്ടെന്ന് വെക്കുന്ന? എനിക്ക് ഓക്കെ. ഇനി ഞങ്ങളുടെ ലവ് ട്രാക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്ന മേമ കണ്ടോ? ഗുഡ് ഗേൾ. യാ, ടേക്ക് കെയർ. ബൈ. എനിക്ക് നീയൊരു ടെസ്റ്റ് ബലിയാട് മാത്രമാടി. നിനക്ക് ദേശായി കുടുംബത്തിലെ മരുമകളാകണമെന്നോ? സ്വപ്നം കണ്ടോ ചാന്ദിനി? ഇമാജിനേഷനിൽ ഞാൻ നിന്നെ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടേയിരിക്കും. നീയും അങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അടിപൊളി 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 അടിപൊളി. സൂപ്പർ ആയിട്ടില്ലേ സാർ? സാറേ, ആയുർവേദ ഡോക്ടറെ കാണാൻ പോകുമ്പോ ഇങ്ങനൊക്കെ റെഡി ആയി പോണോ സാറേ? സത്യം പറ സാറേ, സാറ് സീതയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവല്ലേ? സീതയെ മീറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുമോ? നോനോ, നിങ്ങളുടെ ഭാഷയിൽ പറയാനാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് നേരെയാവണ്ടേ? ആക്ച്വലി സീതയെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പഴയ RP ആയിട്ടായിരിക്കില്ല പോകുന്നത്. RP 2.0 ആയിരിക്കും. നിങ്ങൾ കണ്ടു ഞാൻ അവളുടെ മുമ്പിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ശൃംഗാരമൊക്കെ എന്തിനാ സാറേ? ഇങ്ങനെ കാണുമ്പോ എന്നെ ഒരു പാവത്താനെ പോലെ തോന്നുന്നില്ലേ? പാവൊന്നും അല്ല, പാവിയെ പോലെ തോന്നുന്നേ. ഒരപ്പാവിയാണെന്നാ പറഞ്ഞേ. കുളിക്കിയതാ. ശരിക്കും ഒരു പാവത്താനെ പോലെ തന്നെയുണ്ട്. അങ്ങനെ ആയിരിക്കണം. കഴുത്തിലും പുറകിലും ഒക്കെ പരിക്കുള്ള വളരെ സൽ സ്വഭാവിയായ സ്വന്തം ഫാമിലി ചതിച്ചു കുത്തിയ നിഷ്കളങ്കൻ മാത്രമല്ല, സംസ്കാര സമ്പന്നനാണ്. ഫാമിലിയോ? ഏത് ഫാമിലിയാ സാറേ? നിങ്ങളെ ആരാ സാറേ ചതിച്ചത്? എന്നെ ആരും ലോയറായിരിക്കാൻ സമ്മതിച്ചില്ല. അതിന് നിങ്ങൾ ലോയർ അല്ലല്ലോ. എന്നാ ജനങ്ങൾ പറയുന്നത് എനിക്കൊന്നും അറിയില്ല. ഞാൻ മുമ്പ് എന്തായിരുന്നു, ഇനി എന്താവുമെന്നൊക്കെ എനിക്കൊരാൾക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ കണ്ടു, ഇനി മുതൽ ഈ RPയുടെ ട്രാക്ക് എന്തായിരിക്കുമെന്ന്. ഏയ്, നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞത് ഉപകാരമായി. താങ്ക് യു. എന്ത് ചെയ്യാനാണ് ഇവനീ പോകുന്നത്? എനിക്കെങ്ങനെ അറിയുന്നേ? അയ്യോ, ഏത് നേരത്താണോ ഇവനോടൊക്കെ കൂട്ടുകൂടാൻ തോന്നിയത്? ഇവന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുമ്പോ നമ്മുടെ കാശ് കൊണ്ടാ ഇവൻ ഇപ്പൊ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം. അതും പോരാഞ്ഞിട്ട് ഇവന്റെ ആയുർവേദ ട്രീറ്റ്മെന്റിന് ഞാൻ പണം അടയ്ക്കണോ അത്രേ? ഷേ, പിന്നെ പുഡിയോ ഷഡിയോ അതിന്റെയും പൈസ ഞാൻ കൊടുക്കണോ അത്രേ? മനുഷ്യനായ ഉളുപ്പ് വേണ്ടേ അവന്റെ ഒരു മനുഷ്യ. പോയി കോഫി എടുത്തോണ്ട് വാ. സീമോളെ, ഭക്ഷണം കഴിക്കണ്ടേ? ആ മോളെ, അവനും ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. അവന് മെഡിസിൻ ഒക്കെ എടുക്കാനില്ലേ? മെഡിസിൻ വർക്കാവണമെന്നുണ്ടെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കണം. വാ, നീ അവനെ തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന് വ്യസനോണ്ടിരിക്കാതെ. അതെ, നിങ്ങളും വന്നേ ഭക്ഷണം കഴിക്കാം. ആദ്യം അവക്ക് കഴിക്കാൻ കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്. ആഹാഹാ, എന്ത് ജോലിയാണാവോ? അത് ശരിയാവോ ഇല്ല, നിങ്ങൾ നിർത്തുവോ ഇല്ല. മോളെ, കൊറേ ഹോംവർക്ക് ചെയ്യാനുണ്ടോ കുഞ്ഞെ? ഇല്ല മുത്തശ്ശി, ഞാൻ 101 തവണ
ശ്രീറാം ജയറാം ജിഗ് ജിഗ് ജയറാം എന്ന് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. ശ്രീറാം ജയറാമോ? ശ്രീറാം ജയറാം. നോക്കിയേ, മലയാളത്തിലാ ശ്രീറാം ജയറാം എന്ന് എഴുതിയിരിക്കുന്നത്. സീതമ്മ എന്നെ മലയാള അക്ഷരമാല ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ ഇതുവരെ അത് തുടങ്ങിയിട്ടും കൂടെയില്ല. വീട് മോളെ അത്. അല്ല, നീ ശ്രീറാം ജയറാന്ന് എന്തിനാ ഇങ്ങനെ എഴുതുന്നേ? മുത്തശ്ശ, എന്റെ ഫ്രണ്ടിന് വേഗം റെഡിയാവാൻ വേണ്ടിയാ. അയ്യോ ദൈവമേ, കുട്ടിയെ കണ്ടോ നിങ്ങള്? ഇവൾക്ക് ആരെങ്ങനെയൊക്കെ എഴുതാൻ പഠിപ്പിച്ചു കൊടുക്കുന്നേ? ശ്രീരാമനോട് അവൾക്ക് എന്ത് സ്നേഹാന്ന് കണ്ടോ? മുത്തശ്ശി, ഇങ്ങനെ എഴുതണമെന്ന് സീതമ്മ എനിക്ക് പറഞ്ഞു തന്നത്. അന്ന് ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പോയി പ്രയർ ചെയ്തില്ലേ, അതുകൊണ്ട് എന്റെ ഫ്രണ്ട് ഓക്കെ ആയത്. ഇങ്ങനെ 101 തവണ ശ്രീറാം ജയറാം എന്ന് എഴുതി കഴിഞ്ഞാ എന്റെ ഫ്രണ്ട് പഴയ പോലെ ആവും. അതുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നെ. സീതമ്മ പറഞ്ഞിട്ടുണ്ട്, ഭക്തിയോട് പ്രാർത്ഥിച്ചാ ദൈവം നമ്മൾ ചോദിക്കണൊക്കെ തരുമെന്ന്. ആ ദൈവത്തിന് കരുണ എന്നൊന്നുണ്ടെങ്കിൽ റാമിനി നിമിഷം തന്നെ ഭേദമാവണം. നീ ശ്രീറാം ജയറാന്ന് 101 തവണ എഴുതിയ ശേഷം അതെ ആ ദൈവത്തിന് അയച്ചു കൊടുക്കണ്ടേ മോളെ? ആ ദൈവം നമ്മുടെ ആളുകളെ ഒരിക്കലും കൈവിടില്ല ഏട്ടാ. നിന്റെ ഫ്രണ്ട് ആദ്യത്തെ പോലെ തന്നെയാവും. നിനക്ക് ശരിക്കും അതിനുള്ള ശക്തിയുണ്ട് മോളെ. ഇങ്ങത്താ മുത്തശ്ശി, എനിക്ക് ഇനിയും കുറെ എഴുതാനുണ്ട്. ശ്രീറാം ജയറാം ജയ ജയറാം. അയ്യോ, ഈ മനുഷ്യൻ അന്ന് കുറെ വഴക്കുണ്ടാക്കിയതാ. ഇനി അകത്ത് പോയി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുവോ? ഡോക്ടർ, വരൂ. ഇരുന്നോളൂ. രാമെന്നാണ് പേര്? അതെ. പറഞ്ഞോളൂ, എന്താ പ്രോബ്ലം? ഞാൻ എന്തു പറയാനാ ഡോക്ടർ? മനഃപൂർവ്വം ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാ എനിക്കിപ്പോ ഇങ്ങനൊരു അവസ്ഥ വന്നത്. ഡോക്ടർ, എനിക്ക് മേല് മുഴുവൻ വേദനയാ, സഹിക്കാൻ കഴിയുന്നില്ല. കഴുത്ത് വേദന, കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ കഴിയുന്നില്ല. ഈ വേദന കാരണം എനിക്ക് ശരിക്കും ഉറങ്ങാനും പറ്റുന്നില്ല. ഡോക്ടർ, ഞാൻ ശരിക്കും ഒരു ലോയർ ആകേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ടോ? വലിയ ആശുപത്രിയിലേക്ക് പോകാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ടാണ് ഡോക്ടറെ നിങ്ങളെ കാണാൻ വന്നത്. ഡോക്ടർ, നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് തരാൻ കഴിയുമോ അത് മതി. ഇനി മുമ്പോട്ട് എൻ്റെ ജീവിതം ഞാൻ വളരെ സത്യസന്ധതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഒരു ചെറിയ പെട്ടിക്കടയെങ്കിലും വെച്ചോണ്ട്
മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. നോക്ക്, ഡിപ്രസ് ആവരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവും. സത്യസന്ധമായി ജീവിക്കണമെന്നുള്ള ആദർശം ഇന്നത്തെ കാലത്ത് എത്ര മനുഷ്യർക്കുണ്ടാവും. പക്ഷേ നിങ്ങൾക്കതുണ്ട്. മനസ്സാണ് മാർഗം. അത് മരുന്നുകളേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. കൂടാതെ ഡോക്ടറുടെ മേൽ നിങ്ങൾ വെക്കുന്ന വിശ്വാസം ഔഷധത്തെക്കാൾ പവർഫുൾ ആണെന്ന്. കറക്റ്റ് ഡോക്ടർ, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. വൈദ്യോ നാരായണോ ഹരി എന്നല്ലേ? ഡോക്ടർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. എനിക്ക് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ്. പക്ഷെ ദയവ് ചെയ്ത് എൻ്റെ ഈ വേദനയൊക്കെ ഒന്ന് മാറ്റിത്തരണം. നിങ്ങളുടെ കരുണയുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ദയവ് ചെയ്ത് ഡോക്ടർ എനിക്ക് ഈ ഒരു സഹായമെങ്കിലും ചെയ്തു തരണം. എത്ര വലിയ ആദർശവാദിയാ നിങ്ങള്. ശരിക്കും ഈ പേരുള്ളവരൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. എന്റെ ചേട്ടന്റെ പേര് റാം. പേര് മാത്രമല്ല, ഗുണം കൊണ്ടും രാമന. ചേട്ടനെന്ന് വെച്ചാ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. നിങ്ങളത് പറയുമ്പോ നിങ്ങളുടെ കണ്ണിൽ ആ സ്നേഹം കാണുന്നുണ്ട് ഡോക്ടർ. രാമ, നീയായിട്ടുണ്ടാക്കിയ മുറിവുകള് നിന്റെ അനിയത്തിയായിട്ട് ഭേദമാക്കി തരാൻ പോവാ. നിനക്ക് ഞാൻ 4 ദിക്കിൽ നിന്നും സർവനാശം ഉണ്ടാക്കി തരൂടാ. ഡോക്ടർ, എനിക്കെല്ലാം ഭേദമാകില്ല ഡോക്ടർ. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞാൻ മാറ്റിയിരിക്കും. നിങ്ങളെ ഡീറ്റെയിൽഡായി അനലൈസ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് തരണമെന്നും നോക്കാം. ആയുർവേദ ചികിത്സയുടെ ഒരു രീതി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പേഷ്യൻ്റാണ്. രാമ, ഭാഗ്യം നീ വീട്ടിലെത്തിയില്ലേ മോനെ. അത് തന്നെ വലിയ കാര്യം. അശോക, ആശുപത്രിയിലോ ജീവനെ എങ്ങനെ നോക്കിയോ അതുപോലെ തന്നെ നോക്കിക്കൊള്ളണം. ഓക്കെ ബോസ്. അച്ഛാ, വീട്ടിലെന്ത് ഇവനെ നോക്കാൻ ഞാനിവിടെയുണ്ടല്ലോ. അതുമല്ല, അശോകിന് അവന്റേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അവനും കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടേ? നീ പോയി കുറച്ച് റെസ്റ്റ് എടുത്തു അശോക്. കുഴപ്പമില്ല മേമ, ഞാനിവിടെ റാമിൻ്റെ കൂടെ നിന്നോളാം. ഇത് കണ്ടോ, ഇവന്റെ സംസാരം കേട്ടാ തോന്നും ഇവനല്ലാതെ അപ്പുവിനെ നോക്കാൻ വേറെ ആർക്കും ആവില്ലെന്ന്. അത് സത്യമല്ലേ? അവൻ നോക്കുന്ന പോലെ നമുക്ക് നോക്കാൻ കഴിയില്ല. അതെന്താ മോളെ? അതൊന്നുമില്ല അച്ഛാ, ദൃഷ്ടി ഞാൻ അവിടുന്ന് തന്നെ എടുക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ ഇവനെ ക്ഷീണാവൂന്ന് കരുതി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അപ്പു, നായ്ക്കണ്ണ്, നരിക്കണ്ണ്, നാട്ടുകണ്ണ്, ആൾക്കണ്ണ്, ആ കണ്ണ്, ഈ കണ്ണ്, അങ്ങനെ എല്ലാ കണ്ണും പോട്ടെ. ബ്രദർ, നിന്റെ വൈഫിനെന്താ അവളെ തന്നെ തുപ്പുന്നുള്ള കാര്യം മനസ്സിലായില്ലേ? സെൽഫ് ഡിഫെൻസ്. അവളുടെ കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടേ അവള് തന്നെ പ്രാർത്ഥിക്കുന്നു. ഭാർഗവി, മെഡിക്കൽ അറേഞ്ച്മെന്റ്സ് കഴിഞ്ഞില്ലേ ഇവന്റെ? നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട അച്ഛാ. നഴ്സ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഷീൽ ടേക്ക് കെയർ ഓൾ. അശോക, നിന്റെ പെങ്ങള് അഞ്ജലിയെ ഒന്ന് വിളിച്ചേക്ക്. ആയുർവേദിക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ പെട്ടെന്ന് ഭേദമായിക്കോളും. ഭാർഗവി, ഒരു കാര്യം ചെയ്യേ, അഞ്ജലിയോടെ ഇവന് ഭേദമാവുന്നവരെ ഇവിടെ നിൽക്കാൻ പറ. അത് ശരിക്കും നല്ല പ്ലാനാച്ചാ. ഞാൻ ഇപ്പൊ തന്നെ കാർ അയക്കാം. അശോക, നീ ഇതെങ്ങോട്ടാ? നീ ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ട് വേണോ? റാം, ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട. അശോക് ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ടേക്ക് കെയർ റാം.
ഋഷഭ് പന്ത് ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി സെക്കൻഡ് ഇന്നിങ്സിന് ഇറങ്ങിയ പോലെ വേഗം റെഡിയായി വാ. പിന്നെ ഇനി എന്താടാ? ഞാൻ പോയി റെസ്റ്റ് ചെയ്യണമെന്നോ? ഹലോ, റെസ്റ്റ് ആവശ്യമുള്ളത് നിനക്കാ. നീ സമാധാനമായിട്ട് കിടന്നോ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്. ഡോണ്ട് വറി. എന്തോ പറയാനുണ്ടല്ലോ, എന്താ അത്? എന്താ തിരയുന്നേ? ഫോണോ? ഇതാ. സീത സിഹി. ഓ, നീ സേഫായിട്ട് വീട്ടിലത്തെ കാര്യം അവരോട് ഫോൺ ചെയ്ത് പറയണോ? ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞോളാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവർക്ക് ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കണോ? നീ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, ധൃതി കാണിക്കണ്ട. നിനക്ക് സീതയും സിഹിയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നാണോ? അവരെ വീഡിയോ കോൾ ചെയ്ത് തരട്ടെ? കള്ളൻ.